ഞാനിവിടെ ഒരു ബ്രെഡ് പോക്കറ്റിന്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച് ഒരു സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പൊട്ടറ്റോ വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് വേണം, കുരുമുളക് പൊടി, കുറച്ച് ടൊമാറ്റോ സോസ്, മല്ലിയില, കുറച്ച് ചില്ലി പേസ്റ്റ്, സവാള ചെറുതായിട്ട് കൊത്തിയരി വെച്ചിട്ടുണ്ട്, 1 സ്പൂണ് വിനാഗിരി വേണം, കുറച്ച് ചില്ലി ഫ്ലേക്സ്, മയോണൈസ്. ഇത്രയാണ് ഇതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ബ്രെഡിന്റെ അരികെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ അരിക് കട്ട് ചെയ്ത അതിനെ തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ആക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനായിട്ടൊരു സോസ് ഉണ്ടാക്കണം. ഒരു 3 സ്പൂണ് മയോണൈസ് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മയോണൈസിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1 സ്പൂണ് ചില്ലി സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂണ് വിനാഗിരി കൂടെ വേണമായിരുന്നു. അത് സോസിൻ്റെ കൂടെ ചേർക്കാനുള്ളതായിരുന്നു. ഈ സമയത്ത് ചേർത്താലും മതിയാവും. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ചില്ലി ഫ്ലേക്സ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡിലോട്ട് ഫില്ല് ചെയ്യാം. നമുക്ക് ഈ മിക്സ് കുറേശ്ശെ ബ്രെഡിന്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാം. എല്ലായിടത്തുമായിട്ട് നല്ല പരത്തി ഫില്ല് ചെയ്ത് തന്നെ വെക്കണം. മറ്റൊരു സ്ലൈസ് ഇതിന്റെ മേളിൽ വെച്ച് നന്നായിട്ട് ഞെക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഫില്ല് ചെയ്തെടുക്കാം. എല്ലാം തന്നെ നമ്മളിവിടെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാം തന്നെ നമ്മളിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ ഉള്ളിലെ ഫില്ലിങ്സ് എല്ലാം കുക്കഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ സ്നാക്സ് ഒന്ന് നമുക്കൊന്ന് ആയി കിട്ടും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.